എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയില വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീട്ടിൽ മുരിങ്ങയില ഉള്ളവർക്ക് തന്നെ ഇങ്ങനെ പറിച്ചിട്ടൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ്. കാരണം ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യും. ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ ഇതൊക്കെ നമ്മുടെ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ടുണ്ട്. BP ഉള്ളവർ, അതുപോലെ ബ്ലഡ് ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ അതൊക്കെ നോർമലാക്കാനൊക്കെ നമ്മൾ ഈ ഒരു മുരിങ്ങയില കഴിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുരിങ്ങയിലൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ എല്ലാവരും തന്നെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് മുരിങ്ങയില പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ട് ഈസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയിലയൊക്കെ ആ ഒരു തണ്ടിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ടിപ്സ് ഉണ്ട് ഈസി ആയിട്ട് ചെയ്യാനൊക്കെ. എന്നാലും ഞാനിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അത് പിന്നെ ഈ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അധികം മൂക്കാത്ത ഒരു മീഡിയം ലെവൽ മൂപ്പായിട്ടുള്ള ഇലകളാണ് കൂടുതൽ നല്ലത്. കുറച്ച് മൂപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ടേസ്റ്റ് കുറച്ച് മാറും. അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലുള്ളത് നോക്കിയിട്ട് ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ എല്ലാം അങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ചെറിയ തണ്ടുകളൊന്നും കളയണമെന്നില്ല കേട്ടോ. നമ്മളിത് അരയ്ക്കാൻ പോകണേ. അപ്പോൾ അരയ്ക്കുമ്പോൾ അത് അരഞ്ഞു പോകുന്ന ഒരു കനത്തിലുള്ള തണ്ടുകളൊക്കെ അതിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. എല്ലാം തന്നെ കളയുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കില്ലേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ പോകണേ. അപ്പോൾ ഇത് ഞാനൊരു കപ്പിലിട്ട് നോക്കിയപ്പോൾ 1 കപ്പ് മുരിങ്ങയിലയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം അളവ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് വറ്റൽമുളക് വേണ്ടെങ്കിൽ പച്ചമുളകായാലും മതി. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത് രണ്ടും ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പൊട്ടുകടലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, അത് രണ്ടും മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ അത് മാറ്റി വെച്ചു. അതിനുശേഷം ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയില ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വല്ലാണ്ട് കുക്കാവണമെന്നില്ല, ഒന്ന് നല്ലപോലെ ഒന്ന് വാടി ആ ഒരു പച്ചരസം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് വാട്ടുക. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയില ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് ആയാൽ മതി, ഒരുപാട് അങ്ങോട്ട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഒന്ന് ജസ്റ്റ് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 കപ്പ് മുരിങ്ങയിലയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ മതി. പിന്നെ നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉഴുന്നും പൊട്ടുകടലയൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ഗ്രീൻ കളറിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയില നമ്മൾ വാട്ടുന്ന സമയത്ത് ഒരുപാട് സമയം ആ പാനിൽ തന്നെ വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രീൻ കളർ പോവും. അത് വേഗം തന്നെ മാറ്റണം വേറൊരു പാത്രത്തിലോട്ട്. എന്നിട്ട് ഇതേപോലെ അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാധാരണ ചട്നിയിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും അതുപോലെ വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് താളിച്ചിട്ട് ഈ ഒരു ചട്നിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നല്ല അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ള, എന്നാൽ ഒരു ടേസ്റ്റിൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ തേങ്ങാ ചട്നി ഒരു ഉഴുന്നും പൊട്ടുകടലൊക്കെ ചേർത്ത് തയ്യാറാക്കില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് അത് ഒരു ഇല അതിൽ ചേർത്തതിൻ്റെ ഒരു മാറ്റവും ഇല്ല. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ദോശയുടെ ഒപ്പമോ ഇഡലിയുടെ ഒപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല ഇത് മുരിങ്ങയില ചേർത്തിട്ടാണ് തയ്യാറാക്കിയെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോൾ മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്